എന്താണത്? കാസ്പർ, മിൽക്ക്, ഇത് നോക്കൂ. ഇത്രയും തിളക്കമുള്ളൊരു നക്ഷത്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വളരെ വ്യക്തവും തിളക്കവുമാണ്. നിൽക്കൂ. ഇത് സാധ്യമാകുമോ? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. മശിക, ഇത് വളരെ കാലം കാത്തിരുന്ന ഒന്നായിരിക്കും. സൂക്ഷിച്ചു നോക്കൂ, നക്ഷത്രം നീങ്ങുന്നു. വരൂ, നമുക്ക് ആവശ്യമുള്ളത് ശേഖരിച്ചു പോകാം. അതെ, നക്ഷത്രം സ്ഥിരമായി നിൽക്കുന്നു. ഇത് നമ്മെ നയിക്കുന്നത് എങ്ങനെയെന്നത് അവിശ്വസനീയമല്ല. അതെ, അത് ദൂരെ നിന്ന് നമ്മെ നിരീക്ഷിക്കുന്നത് പോലെ. ഇത് നമ്മെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. രാത്രിയിൽ ഇരുട്ടാണെങ്കിലും നക്ഷത്രം വളരെയധികം പ്രകാശിക്കുന്നു. നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഹേയ്, ഇത് നമുക്കുള്ള അവസാനത്തെ വെള്ളമാണ്. അബ്ബേ, ഇതാ കുറച്ച് വെള്ളം. പാപ്പാ, എനിക്കും കുറച്ച് വെള്ളം. ഇതാ മോളെ, ഇത് കുടിക്കൂ. ഇല്ലമ്മേ. അപ്പോൾ അമ്മയ്ക്കോ? എനിക്ക് കുഴപ്പമില്ല. നിന്റെ പാദങ്ങൾ കാണുമ്പോൾ വേദന തോന്നുന്നു. ഞാൻ നിനക്കൊരു ഭാരമായതിൽ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ പറയരുതമ്മേ. നമ്മൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. നമ്മളിത് സാധിപ്പിക്കും. ലയ, നമ്മൾ ഉടനെ ബെത്ലഹേമിലെത്തും. നിനക്ക് കഴിയില്ലേ? അതാണ് എൻ്റെ മകൾ. അതുവരെ നിനക്ക് ശക്തി ഉണ്ടായിരിക്കുമോ ലയ? അതെ മമ്മി. ജോസഫ്, ഇനി എത്ര ദൂരമുണ്ട്? നമ്മൾ അവിടെ എത്താറായിരിക്കുന്നു. നമുക്കിനി കുറച്ചു ദൂരം കൂടി പോയാൽ മതി. നെക്സ്റ്റ്, ആരാണ് അടുത്ത്? നിന്റെ പേരും സ്ഥലവും? ഞാൻ യഹൂദ ഗോത്രത്തിൽ നിന്നും യാഫേത്ത്. ഒരുമിച്ച് നീങ്ങൂ. അടുത്തത്, നിന്റെ പേര്? വേഗം. ഞാൻ ശിമയോൻ ഗോത്രത്തിലെ അബീദാൻ. അടുത്തത്, ശപിക്കവരെ. നമ്മളുള്ള അവസാന നാണയവും പിഴിയാൻ അവരാണ് നമ്മെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. കരമല്ല നമ്മളുടെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ ഏത് നിമിഷം വേണേലും മരിച്ചേക്കാം. എന്താണ് നടക്കുന്നത്? നിന്റെ നശിച്ച വായിൽ നിന്ന് എന്താണ് ഇപ്പോൾ വന്നത്? ക്ഷമിക്കണം, സത്യമായിട്ട് ഒന്നുമില്ല, ക്ഷമിക്കണം. എങ്കിൽ നിന്റെ വായടച്ച് നടക്കു മുന്നോട്ട്.
ദയവായി നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കുക. നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം. ഹേയ്, വരിയിൽ കയറി നിൽക്ക്. ജോസഫ്, വൈകുന്നതിന് മുമ്പ് ഇടം കണ്ടെത്താനാകുമോ? വിഷമിക്കേണ്ട, ഈ പരിശോധന കഴിയുമ്പോൾ നമ്മൾ ബത്ലഹേമിലെത്തും. ജോസഫ്, എനിക്ക് കഴിയുന്നില്ല. മറിയേ, ഇത്രയും നേരം നീ സഹിച്ചിരുന്നില്ലേ? നമ്മൾ എത്താറായിരിക്കുന്നു. ക്ഷമിക്കുക, എൻ്റെ ഭാര്യ വേദനയിലായിരിക്കുന്നു. അതിനെന്താ, നിങ്ങൾക്ക് മാത്രമാണ് സഹായം ആവശ്യമുള്ളത്. എല്ലാവരും കഷ്ടപ്പെടുകയല്ലേ. മോളെ, ഈ അവസ്ഥയിലാണോ നീ ഇത്ര ദൂരം വന്നത്? അവൾക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. നമുക്ക് മുമ്പായി പൊക്കോളൂ. വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തു പറ്റി? ഞങ്ങളെ ഒന്ന് സഹായിക്കൂ, ഞങ്ങൾക്ക് വെള്ളം വേണം. നിന്റെ പക്കൽ വെള്ളമുണ്ടോ? വെള്ളമോ? എൻ്റെ പക്കൽ എനിക്ക് പോലുമില്ല. ഇതെടുത്തോളൂ. അയ്യോ, ആരെങ്കിലും ഞങ്ങൾക്ക് വെള്ളം സഹായിക്കൂ. വേണം. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കൂ. എന്ത് കോലാഹലമാണിത്? ദയവായി ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരൂ. വെള്ളം? എൻ്റെ മകൾ മരിക്കാൻ പോകുന്നു. ഇവൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. നന്ദി, വളരെ നന്ദി. ദയവായി വളരെ കുറച്ച്, കളയരുതേ. ദയവായി കുറച്ച്. വേഗം മുന്നോട്ട് നടക്ക്. എന്നോട് ക്ഷമിക്കും മോളെ. ഈ ദുരിതത്തിൽ നിന്ന് നമ്മെ ആര് വിടുവിക്കും? കർത്താവേ, നിന്റെ നിസ്സഹായരായ മക്കളെ ഓർക്കണമേ. ദയവായി ഇമ്മാനുവേലായവൻ വന്നാലും ദയവായി കർത്താവേ, നീ എന്ന് വരും? അടുത്തത് നിന്റെ പേര്? യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള യോസേഫ്. ഞാൻ ബത്ലഹേമിലേക്ക് പോകുന്നു. വേഗം നീങ്ങൂ. അടുത്തത്? രാജാവ് നീണാൽ വാഴട്ടെ. ഹെരോദ രാജാവിന് എല്ലാ പുകഴ്ചയും. രാജാവ്
എൻ്റെ രാജാവേ, കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ അങ്ങയെ കാണുവാൻ വന്നിരിക്കുന്നു. കിഴക്കു നിന്നുള്ള വിദ്വാൻമാരോ? എൻ്റെ ജന്മദിനത്തിലോ? അവരെ കൊണ്ടുവരൂ. അടിയൻ. ഹോ, ബഹുമാനപ്പെട്ട വിദ്വാൻമാരെ, എന്താണ് നിങ്ങളിവിടെ വരുവാനുള്ള കാരണം? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെയുണ്ടോ? കിഴക്ക് നിന്ന് ഞങ്ങൾ നക്ഷത്രത്തെ പിന്തുടർന്നു, അവനെ ആരാധിപ്പാൻ. നിങ്ങൾ നക്ഷത്രത്തെ പിന്തുടർന്നു വന്നോ? അതെ, മശിഹായുടെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഒരു നക്ഷത്രം. ആ നക്ഷത്രമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾക്ക് ശിശുവിനെ കാണാനാകുമോ? ശിശുവോ? ശാസ്ത്രിയെ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അത്തരമൊരു രേഖയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ബേത്ലഹേമേ, നീയോ യഹൂദ്യ ദേശത്തിൽ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നിൽ നിന്നും ഒരു അധിപതി ഇസ്രായേലിനെ നയിക്കുവാനായി ഉത്ഭവിക്കും. ബേത്ലഹേമിലോ? ആദരണീയരായ വിദ്വാൻമാരെ, നിങ്ങൾ അന്വേഷിക്കുന്ന ശിശു ഇവിടെയില്ല. ബേത്ലഹേമിലേക്ക് പോകാം. അവനെ കണ്ടെത്തുമ്പോൾ ഞാൻ അവനെ ആരാധിക്കുവാൻ എങ്കിലേക്ക് മടങ്ങി വരിക. തീർച്ചയായും രാജാവേ. എന്താണ് നടക്കുന്നത്? നീ അത് കേട്ടോ? ശിശു, ഇതിലൊരു അർത്ഥവുമില്ല. ബത്ലഹേമിലോ? ഇതൊക്കെ വെറുതെയാണ്. ശരി, അത് കേട്ടോ? യഹൂദന്മാരുടെ രാജാവോ? യഹൂദന്മാരുടെ രാജാവ്? ആരാണ് യഹൂദന്മാരുടെ രാജാവ്? മറ്റൊരാളുണ്ടാകുവാൻ എത്ര ധൈര്യമുണ്ട്! ആരെയാണ് അവർ യഹൂദന്മാരുടെ രാജാവെന്ന് വിളിക്കുന്നത്? ബേത്ലഹേം, ശിശുവിനു വേണ്ടി തീഷ്ണതയോടെ അന്വേഷിക്കുക. യോനോവനെ പോകൂ, ഇപ്പോൾ അവനെ കണ്ടെത്തൂ. ഞാനാണ് രാജാവ്. ശുദ്ധമായ പഴങ്ങൾ. പ്രിയരെ, ബത്ലഹേമിലെ ശുദ്ധമായ പഴങ്ങൾ. അപ്പോൾ ശരി കൂട്ടുകാരെ, ബത്ലഹേമിലെ പഴങ്ങൾ. ശരി ശരി. യഥാർത്ഥത്തിൽ ഇത് പുതിയതാണോ? ഞാനാണ് ഇതുണ്ടാക്കിയത്. സമാധാനം. ചെറുതിന് ഇതും കൂടെ സമാധാനം. താങ്ക് യു.
ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു കൂട്ട അത്തിപ്പഴം 2 കാശ് മാത്രം. പ്രിയമുള്ളവരെ, കലങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പാത്രങ്ങൾ ഇവിടെ ഉണ്ട്. സൈമൺ, സൈമൺ, ഇത് നീയാണോ? എലിസബത്ത്, വളരെ കാലങ്ങൾക്ക് ശേഷം. അച്ഛൻ്റെ കാര്യമോ? അദ്ദേഹം സുഖമായിരിക്കുന്നുവോ? അതെ, സുഖമായിരിക്കുന്നു. നിന്നെ കാണുവാനുള്ള ആകാംക്ഷയിലാണ്. ഓ ലേയ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സമാധാനം റാഹേൽ, ഇതാ ഇത് നോക്കൂ. വളരെ നന്ദി. നിങ്ങൾ കേട്ടോ, ഈ കൂടാര പെരുന്നാളിന് ശേഷം നികുതി കൂട്ടുമെന്ന് അവർ പറയുന്നു. വീണ്ടും? കഴിഞ്ഞ വർഷം വളരെ കഷ്ടപ്പെട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. കഴിഞ്ഞ തവണ നീ ഓർക്കുന്നില്ലേ? പണം നൽകാത്തതിനെ തുടർന്നാണ് അന്ത്രയോസിനെ അവർ പിടികൂടിയത്. അതുമാത്രമല്ല, മിരിയാമിന്റെ മകനെയും അവർ കൊണ്ടുപോയി. ശ്രദ്ധിക്കൂ, നമുക്ക് അതിജീവിക്കണമെങ്കിൽ കഴിയുന്നത്ര പണം സമ്പാദിക്കണം. ആശർ ഇതിനകം തന്നെ 2 മുറികൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായും അത് ആശാറാണ്. അവന് പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. പണത്തിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന പോലെ അത്തരമൊരു പണക്കൊതിയനാണവൻ. ഞാനും അതുപോലെ ചെയ്യണം. വന്നെന്നെ പിടിക്ക്, വൃത്തികെട്ട ഫിലിസ്തീയ. ഇപ്രാവശ്യം എനിക്ക് ദാവീദ് രാജാവാകണം. ദാവീദ് രാജാവോ? നിന്നെ കാണാൻ ഗോലിയാത്തിനെ പോലെ ഉണ്ട്. ഹേയ്, ഞാൻ നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ? ഇടയബാലനോ? നീയോ? നിന്നെ ആട്ടിൻ കാഷ്ടം പോലെ നാറുന്നു. ഹേയ്, നീ അഴുക്കുള്ളവനാണ്. ഇപ്പോൾ ഞാനാണ് ദാവീദ് രാജാവ്. ഫിലിപ്പോസ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നാറ്റമോ? ജോൺ, എന്ത് നാറ്റത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? അവർ സംസാരിക്കുന്നത് നീ കാര്യമാക്കേണ്ട. അത് മറന്നേക്ക് കേട്ടോ. ശരി. ആ, എവിടെയാണ് ആശ? 2 നാണയത്തിൽ ഒരു കൂട്ടം അത്തിപ്പഴം. അത്തിപ്പഴമോ? ഇത് നല്ല രുചിയാണെന്ന് തോന്നുന്നു. ഹേയ്, വാങ്ങുന്നില്ലെങ്കിൽ പോ ഇവിടുന്ന്. എന്നോട് ക്ഷമിക്കൂ. പോ ഇവിടുന്ന്. ഒരു ഫിലിപ്പ്. സമാധാനം. ഓ, സമാധാനം. ഞങ്ങളോട് രസകരമായൊരു കഥ പറയാമോ? തീർച്ചയായും, തീർച്ചയായും. ഞാൻ നിങ്ങൾക്കിന്ന് മോശയുടെ കഥ പറഞ്ഞു തരാം. ആശർ, സമാധാനം. ഹേ ആട്ടിൻ കഷ്ണമേ, എന്റെ ചേട്ടന്റെ പേര് ആട്ടിൻ കഷ്ടമല്ല, ജോൺ എന്നാണ്. ഹേ ചെറിയ ആട്ടിൻ കഷ്ണമേ, അടയ്ക്കുവാ എൻ്റെ കമ്പിളി. നിൽക്കൂ, ഇത്രയേ ഉള്ളൂ? നീ എല്ലാം കൊണ്ടുവന്നു എന്ന് ഉറപ്പാണോ? അതെ. ഇല്ല, ഇത്രയും പോരാ. പക്ഷേ ഇതാണ് എന്റെ പക്കലുള്ളത്. ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. ഞാൻ വേറെ ആരെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. എന്നോട് ക്ഷമിക്കൂ, അടുത്ത തവണ ഞാൻ കൂടുതൽ കൊണ്ടുവരാം. എൻ്റെ ആടുകളെ തുറന്ന് മേയ്ക്കണമെങ്കിൽ ആവശ്യമില്ലാതെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോകും. ശരി. അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയത്? അത് സാരമില്ല, വിഷമിക്കണ്ട. അങ്ങനെ മോശ തൻ്റെ വടി ചെങ്കടലിൽ തൊട്ടു. ആ വെള്ളം 2 പിരിഞ്ഞു. അങ്ങനെയാണ് നാം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്നത്. അപ്പൂപ്പന്റെ വടി കൊണ്ട് ഇതുപോലെ ചെയ്യാൻ കഴിയുമോ? അത് കഴിഞ്ഞ് അപ്പാ. ഓ റാഹേൽ, ബാക്കി ഞാൻ നാളെ പറയാം. അപ്പാ, ഞാനിന്ന് ധാരാളം ധാന്യങ്ങൾ ശേഖരിച്ചു. അതെയോ? നമുക്ക് പോകാം. ഹേ, ഇതാ ഇടയബാലനാണ്. ഞാൻ കരുതി എനിക്ക് എന്താ വല്ലാത്ത നാറ്റമുണ്ടെന്ന്. നന്നായി ജേക്കബ്. മണ്ടൻ. സ്വാഗതം. സൂര്യൻ അസ്തമിക്കുവാൻ പോകുന്നു. ഇന്നിവിടെ തങ്ങിയാലോ? ഒരു രാത്രിക്ക് എത്രയാണ്? 10 നാണയം മാത്രം. നിൽക്കൂ, അതിന്റെ പകുതി വിലയ്ക്ക് ഇവിടെ തങ്ങാം. ശരി, ഞാൻ എടുക്കാം. തീർച്ചയായും നിങ്ങൾക്കാണ്. എന്താ നീ ഈ ചെയ്യുന്നത്? വ്യാപാരം ചെയ്യാൻ പഠിക്കുക. നീ എൻ്റെ ആളെ തട്ടിയെടുത്തു. ആര്? ഞാനോ? റോമൻ പടയാളികൾ വരുന്നു. പെട്ടെന്ന് വിളിച്ചു വെക്കൂ. താഴെ വരൂ. വഴിയിൽ നിന്ന് മാറി.
ചെയിൻ പ്രകാരം എല്ലാ ജനങ്ങളും മഹത്തായ റോമൻ സാമ്രാജ്യത്തിന് നികുതി അടച്ചിരിക്കണം. 1 ശെക്കൽ ആലയത്തിനും 2 ശെക്കൽ കൈസർക്കും. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കും കൂടി നികുതി അടയ്ക്കൂ. നീയും. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണുള്ളത്. അതാ അവിടെ അവരെല്ലാം ഒളിച്ചിരിക്കുന്നു. അവനെ കൊണ്ടുവാ. ഇതാ എൻ്റെ പക്കലുള്ളത്. എനിക്കെന്റെ കുടുംബത്തെ പോറ്റണം. എന്നാൽ നിന്റെ നിലം വിൽക്ക്. ഒന്നും വച്ചിരിക്കരുത്, എല്ലാം എടുക്ക്. ഇല്ല ഇല്ല, ഇത്രയേ ഉള്ളൂ. എൻ്റെ മകൾക്ക് സുഖമില്ല. വേറെ എന്താണ് അവനുള്ളതെന്ന് നോക്കൂ. എന്നോട് ഇങ്ങനെ ചെയ്യരുതേ. അവനെ കൊണ്ടുപോകൂ. അടുത്തത്. ദയവായി എൻ്റെ പക്കൽ ഒന്നുമില്ല. ദയവായി എന്നെ സഹായിക്കൂ. ഇത്രയും മാത്രമാണ് എൻ്റെ ഉള്ളത്. നിനക്ക് എത്ര ധൈര്യമുണ്ട്? എന്തെങ്കിലും പറ്റിയോ? നീ എന്താണ് ചെയ്യുന്നത്? എഴുന്നേൽക്ക്, ദയവായി എഴുന്നേൽക്ക്. പോ പോ. ആ പെണ്ണിനെ പിടിക്കേ. അരുത് അരുത്. റാഹേൽ, റാഹേൽ, എൻ്റെ പൊന്നുമോള്. റാഹേൽ, ദയവായി ദയവായി എൻ്റെ മകളെ കൊണ്ടുപോകല്ലേ. ഈ വയസ്സായ എനിക്ക് അവൾ മാത്രമാണുള്ളത്. ഓ മശിഹ, ദയവായി എന്നോട് കരുണ കാണിക്കൂ. നിന്നെ രക്ഷിക്കാൻ ഒരു മഷികയുമില്ല. പോകാം. ഇമ്മാനുവേലേ, വരൂ. ഇമ്മാനുവേലേ, വരൂ. ഓ റാഹേൽ, ദയവായി ഈ നിർഭാഗ്യവാനായ പിതാവിനോട് ക്ഷമിക്കൂ. ഓ റാഹേൽ,
സമാധാനം. നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കൽ വാടകയ്ക്ക് മുറിയുണ്ടോ? അവിടെ ഒരു സത്രമുണ്ട്, എന്നാൽ ഇപ്പോഴും അവർക്ക് മുറികൾ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നന്ദി മറിയ, എനിക്കായി കാത്തിരിക്കൂ. ദയവായി എനിക്കൊരിടം വേണം. ക്ഷമിക്കണം, ഇവിടെ ഒഴിവില്ല. അവിടെ നോക്കൂ. ക്ഷമിക്കണം, നിങ്ങളുടെ പക്കൽ ഒരു മുറിയുണ്ടോ? ഇപ്പോഴോ? നിങ്ങൾ വളരെ വൈകിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു മുറി ആവശ്യമാണ്. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ മുറിയില്ല എന്ന്. നീ എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന്. എന്താണിത്? ഈ രാത്രി നിങ്ങളുടെ പക്കൽ വാടകയ്ക്ക് ഒരു മുറി ലഭിക്കുമോ? ഇതൊരു സത്രം പോലെയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൽക്കൂ നിൽക്കൂ. ദയവായി 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 ഞങ്ങളെ സഹായിക്കൂ. എന്റെ ഭാര്യ എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ഷമിക്കണം, എനിക്ക് കഴിയില്ല. ദയവായി ഞങ്ങളെ സഹായിക്കൂ. എന്റെ മുന്നിൽ നിന്ന് മാറ്. ക്ഷമിക്കണം, നിങ്ങളുടെ പക്കൽ ഒരു മുറിയുണ്ടോ? ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഹേയ് നിൽക്കൂ. ദയവായി ദയവായി കതവ് തുറക്കൂ. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കൂ. ക്ഷമിക്കണം, എന്റെ ഭാര്യ പ്രസവിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് മുറിയില്ല എന്ന്. ദയവായി ഞങ്ങളെ സഹായിക്കൂ. എന്റെ ഭാര്യ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. മുന്നിൽ നിന്ന് മാറി. ഈ കഥ കടച്ചിട്ടേക്ക്. ദയവായി. നീ ഒരു തെരുവ് നായാണ്. ദയവായി ദയവായി എന്നെ സഹായിക്കൂ. സത്രത്തിന് പിന്നിലുള്ള തൊഴുത്തെടുത്തോളൂ. ബത്ലഹേമിൽ കുഞ്ഞിന് ഇടമില്ല. ഇല്ല ഇല്ല. എനിക്ക് വിശക്കുന്നു. ഇതാ ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് നല്ല രുചിയുണ്ട്. ഇതാ നിനക്കും വേണ്ടേ? നീ കഴിച്ചോളൂ. എന്തുകൊണ്ടാ കമ്പിളി വയ്ക്കുന്ന ആൾ നിന്നോട് ദേഷ്യപ്പെട്ടത്? അയാൾക്ക് എപ്പോഴും ദേഷ്യമാണ്. എനിക്ക് തോന്നുന്നില്ല. അയാൾ മറ്റാരോടും അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. അതെ, പക്ഷെ നമ്മൾ ഇടയന്മാരല്ലേ. ഹേ ജോൺ, എന്തു പറ്റി? എൻ്റെ കാലുകൾ വേദനിക്കുന്നു. ഞാൻ നിന്നെ തോളിൽ എടുക്കണമല്ലേ? അതെ, എനിക്കറിയാം. വാവ്, നിനക്ക് വളരെ ശക്തിയുണ്ട്. മുറുക്കി പിടിച്ചിരുന്നോ.
ശരി. ഹേ ജോൺ, നമ്മളിനി എന്നാണ് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നത്? നിനക്ക് അവിടേക്ക് പോകണമോ? അതെ, അവിടെ ഒരുപാട് രുചിയുള്ള ഭക്ഷണവും സാധനങ്ങളും ഉണ്ട്. ശരി, എത്രയും പെട്ടെന്ന് തന്നെ പോകാം. ഏയ്, ഫിലിപ്പ്, ജോൺ, ഗ്രാമത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു? അപ്പൂപ്പ, മാർക്കറ്റിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. വളരെ വലിയ പഴങ്ങൾ കാണുന്നത് വരെ ഭംഗിയായിരുന്നു. അങ്ങനെയാണോ? അതെ, ജോൺ എന്നെ വീണ്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായി ജോൺ. ഹേ ജോൺ, നമ്മളിൽ ഒരുപാട് നാറ്റമുണ്ടോ? നമ്മൾ താമസിക്കുന്നതും ഉറങ്ങുന്നതും ആടുകളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ ആ നാറ്റം. പക്ഷേ അത് സാരമില്ല ഫിലിപ്പ്. ഒരു ഇടയ ബാലനുണ്ടായിരുന്നു ഫിലിപ്പ്, നിന്നെ പോലെ. അവനൊരു കുഞ്ഞായിരുന്നു. അവൻ ഒരു ധൈര്യശാലിയായിരുന്നു. കരടിയോടും സിംഹത്തോടും പൊരുതുവാൻ. ഓ, അതാരായിരുന്നു ആ ധൈര്യശാലിയായ ഇടയൻ? അവനായിരുന്നു ദാവീദ് രാജാവ്. അപ്പൂപ്പ, അതിന്റെ അർത്ഥം ദാവീദ് രാജാവിന് ഉറപ്പായും ആട്ടിൻ കാഷ്ടത്തിന്റെ നാറ്റം ഉണ്ടായിരിക്കണം. തീർച്ചയായും അവനുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവനെ വളരെ സ്നേഹിച്ചു. ദൈവം എന്നെയും സ്നേഹിക്കുന്നു. അത് തീർച്ചയായും ശരിയാണ്. ദൈവം നമുക്ക് വേണ്ടി മശിഹായെ അയക്കും. വൗ, ഇന്ന് രാത്രി വളരെയധികം നക്ഷത്രങ്ങളുണ്ട്. അപ്പൂപ്പ, മശിഹായുടെ നക്ഷത്രങ്ങൾ വളരെ വലുതായിരിക്കുമല്ലേ? നീ ഒരു മിടുക്കനാണ്. എനിക്ക് ഉറക്കം വരുന്നു. അവിടേക്ക് നോക്കൂ. എന്താണത്? അപ്പൂപ്പ, അത് മശിഹയുടെ നക്ഷത്രമല്ലേ? അത് വളരെ വളരെ വലുതാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു ശിശു ജനിച്ചിരിക്കുന്നു. അത് കർത്താവായ ക്രിസ്തുവാണ്. ഇത് നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. ഒരു തൊഴുത്തിൽ ശീലകൾ ചുറ്റിയ ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ശിശുവിനെ കാണാൻ പോകാം. നീ യഥാർത്ഥമായി വന്നോ? അപ്പൂപ്പ, ഇതാ നിങ്ങളുടെ വടി. നമുക്ക് പോകാം. അങ്ങനെ തന്നെ മേരി, കുറച്ചുകൂടി. ദൈവമേ, കുഞ്ഞ് ദൈവമേ,
ദൈവമേ, ദൈവമേ, ദൈവമേ, ദൈവമേ, നന്ദി. തൻ്റെ ജനങ്ങളെ പാപത്തിൽ നിന്നും രക്ഷിക്കും യേശു. ഇതായിരിക്കും ഇവന്റെ പേര്. നോക്കൂ, അവിടെയാണവൻ. ജോൺ, ജോൺ, എനിക്ക് വേണ്ടി നിൽക്കൂ. നമ്മൾ സ്വപ്നം കാണുകയല്ലല്ലോ അല്ലേ? തീർച്ചയായുമല്ല. വേഗം. ജോൺ, ജോൺ. അതെ, അവിടെ തന്നെ, അവിടെ തന്നെ. ശരിക്കും അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മശിഹയെ കാണുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കുഞ്ഞിൻ്റെ പേര് യേശു. ഭംഗിയുള്ള പേര്. എൻ്റെ സഹോദരൻ്റെ പേര് ജോൺ ഷായ്. ഞാൻ ഫിലിപ്പ് ഷായ്. ഞങ്ങൾ ഇടയന്മാരാണ്. സമാധാനം ഫിലിപ്പ്. Sleeps the whole world in the race to this peace. Tonight, no bed for Jesus to lay. His sweet Jesus laid in a manger so cold. Jesus, for unto us the Savior is born. Our Prince അപ്പൂപ്പ, ഞാൻ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഇതൊരു മനോഹരമായ ആൺകുഞ്ഞാണ്.
ലാസർ എഴുന്നേൽക്കൂ. ആട്ടിൻകഷ്ണമേ, എന്തിനാണ് ഇത്ര ശബ്ദമുണ്ടാക്കുന്നത്? കുഞ്ഞ് ജനിച്ചു. എല്ലാവരും ഏലിയുടെ തൊഴുത്തിലേക്ക് വരൂ. അത് മശിഹയാണ്. ഏലിയുടെ തൊഴുത്തോ? കുഞ്ഞു ജനിച്ചു എന്നോ? അല്ല, അത് മശിഹയാണ്. With the kings of Oriental, pairing hips we travel so far. Feel the fountain more and mountain following yonder star. Born of kingdom Bethlehem's plain, gifts we bring to crown him again. King forever ceasing, never over us all. Now behold him arise, King and God in sacrifice. Hallelujah, hallelujah, songs to the Lord, King rise. എല്ലാറ്റിലും ഉയർന്നവൻ ഒരു താഴ്മയുള്ള പുൽത്തൊട്ടിയിൽ ജനിച്ചു. രാജാതിരാജാവിന് പൊന്ന്. പരിശുദ്ധ പുരോഹിതന് കുന്തിരിക്കാം. അങ്ങയുടെ പാപയാഗത്തിൻ്റെ ആദരവിനായി ഞാനീ മോര് സമർപ്പിക്കുന്നു. യേശു, ഓ മശിഹ, ചിന്തിക്കൂ, എന്തൊരു അത്ഭുതമാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ. പക്ഷേ ഇത് യഥാർത്ഥ മഷികയാണോ? നീ കഴിഞ്ഞ രാത്രിയിലെ നക്ഷത്രം കണ്ടില്ലയോ? നക്ഷത്രം തീർച്ചയായും അവിടെ പ്രകാശിച്ചു. മഷിഹ നമ്മുടെ ഗ്രാമത്തിൽ ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാനാണ് ഏറ്റവും സന്തോഷവതി. അമ്മൂമ്മ, വളരെ ഭംഗിയുണ്ട്. അവസാനം നമ്മൾ മശികയെ കണ്ടു. നക്ഷത്രത്തെ വളരെ ദൂരം പിന്നിട്ട ശേഷം കൊട്ടാരത്തിൽ അവനെ അന്വേഷിച്ചു. നമ്മൾ എന്ത് വിഡ്ഢികളാണ്. അവൻ തൊഴുത്തിൽ ജനിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. യേശുവേ, ഞാൻ എൻ്റെ ആട്ടിൻകുട്ടിയെ നിനക്ക് തരാം. എനിക്ക് തോന്നുന്നു ഫിലിപ്പിൻ്റെ ആട്ടിൻകുട്ടിയെ യേശുവിന് ഇഷ്ടമായെന്ന്. എൻ്റെ അപ്പൂപ്പൻ പറയുന്നു മിശിഹ ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന്. എന്ത്? ആ ചെറിയ കുഞ്ഞോ? അതെ, അവനാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന കുഞ്ഞാട്.
ഞാനൊരു നല്ല മനുഷ്യനല്ല. എല്ലാവരും എന്നെ വെറുക്കുന്നു. ഇല്ല, അത് സത്യമല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ആശേർ. ഇവൻ വളരെ വളരെ കുഞ്ഞാണ്, വളരെ മനോഹരവും. ശരിക്കും ഓ ആശേർ, നിങ്ങൾ എന്നെ മുറുക്കി പിടിക്കുന്നു. എല്ലാവരും എന്താ എന്റെ തൊഴുത്തിന് മുമ്പിൽ? യജമാനനെ, യജമാനനെ, ഇത് മശിഹയാണ്. എന്തേ, മശിഹയോ? അതെ. ഓ മശിഹ. പക്ഷേ എങ്ങനെ നമ്മുടെ ബെത്ലഹേം പട്ടണത്തിൽ എന്റെ തൊഴുത്തിൽ? അത് ഞാനല്ല, ഈ ശിശുവാണ്. ഈ ശിശു? അപ്പോൾ രാത്രി വന്ന ആ മനുഷ്യൻ എന്നോട് ക്ഷമിക്കൂ, എനിക്കറിയില്ലായിരുന്നു. എസ്തേർ, എവിടെയാണവൾ? എസ്തേർ. അതെ യജമാനനെ. നീ എന്താണ് ചെയ്യുന്നത്? വേഗം പോയി ഒരു നല്ല മുറി ഒരുക്കൂ. പക്ഷേ യജമാനനെ, മുറികളൊന്നും ഒഴിവില്ല. എങ്കിൽ എന്റെ മുറി കൊടുക്കൂ. ശരി യജമാനനെ. അവനിപ്പോൾ കിടന്നതേ ഉള്ളൂ. യേശു പോലും ഒരു തൊഴുത്തിലാണ് ജനിച്ചത്, ആട്ടിൻ്റെ ദുർഗന്ധമുള്ള ഈ ഇടത്തിൽ. അതുകൊണ്ട് ഞാൻ അഴുക്കുള്ളവനും നാറ്റമുണ്ടെങ്കിലും എന്താ, യേശു നമ്മുടെ അടുക്കൽ വന്നു.